ഇന്നലെയും വിദ്യുച്ഛക്തി നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ഒരല്പം പ്രയാസം നേരിട്ടതിൽ ക്ഷമിച്ചു. വിശുദ്ധന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധന്മാരെന്ന് പറയുന്നത് ചില മതവിഭാഗങ്ങളിലോ ചില ക്രിസ്തീയ സംഘടനകളിലോ ക്രിസ്തീയ സഭാവിഭാഗങ്ങളിലോ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തെ കുറിക്കുന്നതിനല്ല. പകരം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ, ശുദ്ധീകരണം, അതിനെയാണ് വേദപുസ്തകം ചോരത്തളി എന്ന് വിളിക്കുന്നത്. പ്രാപിച്ചവരെയാണ് വിശുദ്ധന്മാരെന്ന് നാം ഇവിടെ വിവക്ഷിക്കുന്നത്, വേദപുസ്തകം വിവക്ഷിക്കുന്നത്. അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. പണത്തിൻ്റെയോ സഭാ സംഘടനകളുടെ ഔദ്യോഗിക സ്ഥാനത്തിൻ്റെയോ ഒന്നും പ്രത്യേക വ്യത്യാസങ്ങളും ഇല്ലാതെ സാമൂഹികമായി, സാമ്പത്തികമായി, വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി ഒക്കെ ഏത് നിലയിലുമുള്ളവരെ ഇവിടെ വിശുദ്ധൻ എന്നതുകൊണ്ട് തിരുവെഴുത്തർത്ഥമാക്കും. സഭാസംഘടനകളെ സ്ഥാനങ്ങൾ, മുൻ സ്ഥാനങ്ങൾ, ഇതൊന്നും ഇവിടെ വിഷയമല്ല. അതായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനും ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയിൽ ചില ഔദ്യോഗിക ശുശ്രൂഷാ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട് അല്പകാലത്തേക്ക്. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുകയാണെങ്കിൽ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ആൾക്കാർ വിളിക്കുകയോ ഒക്കെ ചെല്ലുകയാണെങ്കിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തുവാ പൊസിഷൻ, എന്ത് സ്ഥാനത്തായിരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, LP, ലോക്കൽ പാസ്റ്റർ. അപ്പൊ ഇപ്പം വേറെ ഒന്നുമില്ല. ഇപ്പൊ മുമ്പുണ്ടായിരുന്നത് അറിയാവുന്ന ചിലരുണ്ട്. അപ്പോഴത്തേക്കിനും അവർ പറയും നമ്മുടെ മുൻ ഇന്നയാള്. അങ്ങ് നാണം തോന്നും. യാതൊരു കാര്യമില്ല. ഇനി ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നയാളാണെങ്കിൽ കൂടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. അപ്പോഴാണ് ഞാൻ ചില സ്ഥലങ്ങളിൽ ഈ അടുത്തിടയ്ക്കൊക്കെ കേട്ടതും മറ്റുള്ളവർ പറഞ്ഞു കേട്ടതും ഞാൻ നേരിട്ട് കേട്ടതും ഒരു സംഗതി, ഇത്ര വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണെന്ന് ഞാൻ ഇപ്പം ആൾക്കാരെ പരിചയപ്പെടുത്തുന്നതാണ്. ഇന്ന വാട്സപ്പ് ഗ്രൂപ്പ്, ചിലരാണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരും കൂടെ പറയും, എണ്ണവും പറയും, ഇത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിനാണെന്ന്. അയ്യോ, എന്തൊരു അല്പത്തരങ്ങളാണ് ഇതൊക്കെ. ആർക്കാ 1, 2, 10 ഗ്രൂപ്പ് ഉണ്ടാക്കി അഡ്മിനാകാൻ വയ്യാത്തത്? ഇതൊന്നും അല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന, തിരുവെഴുത്ത് പറയുന്ന വിശുദ്ധൻ എന്നതിന്റെ വിവക്ഷ, നിർവചനം. സ്തോത്രം. Here saint is for all God's people. പ്രായം, പരിചയം, ശുശ്രൂഷ, സ്ഥാനമാനങ്ങൾ, ഇതൊന്നും വിഷയമല്ല ഇതിനകത്ത്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളായിട്ടുള്ള എല്ലാവരും ഈ വിശുദ്ധർ എന്ന പദവിയിൽ വരുന്നവരാണ്. നമുക്കതറിയാം, എങ്കിലും പറഞ്ഞതാണ്. അങ്ങനെ നാം എല്ലാവരും
വിശുദ്ധന്മാരുടെ പട്ടികയിൽപ്പെട്ടവരാ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രതിഫല വിഭജനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനകത്തിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ മുൻകൂറായിട്ട് അതിലൊരു കാര്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, നമ്മെ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി പ്രാപ്തന്മാരാക്കി. സ്തോത്രം. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരുടെ അവകാശം ഞാനും പ്രാപിപ്പാൻ. കൊലോസ്യ ലേഖനം 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി കർത്താവ് നമ്മെ പ്രാപ്തരാക്കി. സ്തോത്രം. അപ്പോൾ സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മെയും കർത്താവ് ചേർത്ത് നിർത്തിയിരിക്കുക. പൗലോസ് ഉൾപ്പെടെ, പത്രോസ് ഉൾപ്പെടെ, യോഹന്നാൻ ഉൾപ്പെടെ, സ്തേഫാനോസ് ഉൾപ്പെടെ, സ്തോത്രം, ശ്ലീഹന്മാരോടും സ്ലീബന്മാരോടും കൂടെ, അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും കൂടെ പോലും നമ്മെയും വിശുദ്ധന്മാർ എന്ന് ദൈവം കാണുന്നു. അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ ന്യായവിധിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഫലത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇന്നലെ സമയം തീർന്നതുകൊണ്ട് സംശയ നിവാരണത്തിന് സമയം നമ്മൾ മാറ്റിവെച്ചില്ല. അതിൽ ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നുമില്ല എന്ന് ഗ്രഹിക്കട്ടെ. അപ്പോൾ പ്രതിഫലം വിഭജിക്കുന്നു. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട ഘടകത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് എബ്രായർ 11:6 ഹീബ്രൂസ് 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. അടിസ്ഥാനപരമായി ദൈവസന്നിധിയിൽ വരുന്ന ഒരാൾ വിശ്വസിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവമുണ്ട്. 2, ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. ദൈവത്തെ വിളിക്കുന്ന ഒരു പേര് പ്രതിഫലം കൊടുക്കുന്നവൻ എന്നാണ്, റിവാർഡർ. സ്തോത്രം. അപ്പോൾ ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. ആ പ്രതിഫലം വിശുദ്ധന്മാരുമായുള്ള ബന്ധത്തിൽ പ്രതിഫലവും പാപികളുമായുള്ള ബന്ധത്തിൽ ശിക്ഷാവിധിയുമാണ്. വിശുദ്ധന്മാർക്ക് നൽകുന്ന പ്രതിഫലത്തിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിലുള്ള ന്യായവിധി, അവിടെ നൽകുന്ന പ്രതിഫലങ്ങളെ നമ്മൾ 2 തരം തിരിച്ചു. അതിലൊന്നാണ് ഇന്നലെ നാം ചിന്തിച്ചത്, നെഗറ്റീവായിട്ടുള്ള, നകാരാത്മകമായ, നിഷേധാത്മകമായ, നാശോന്മുഖമായ പ്രതിഫലങ്ങൾ. അങ്ങനെയുള്ളതിൽ നമ്മൾ 4-5 കൂട്ടം കാര്യങ്ങൾ ഇന്നലെ കണ്ടു. ഛേദം സംഭവിക്കുക അല്ലെങ്കിൽ നഷ്ടം സഹിക്കുക, മറ്റൊന്ന് ലജ്ജ, കിരീടം നഷ്ടപ്പെടുന്ന അവസ്ഥ, സ്വർഗത്തിൽ
ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടുക, അതുപോലെ മെയ്ഡ് ലോവർ, താഴ്ത്തപ്പെടുന്ന സ്ഥിതി. ഇതൊക്കെ വിശുദ്ധന്മാർക്ക് തന്നെ ന്യായവിധിക്ക് ശേഷം ലഭിക്കാവുന്ന പ്രതിഫല നഷ്ടത്തിന്റെ കഥകളാണ്. അതുകൊണ്ടാണ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, സ്വർഗത്തിൽ എത്തുന്നവരിൽ പ്രതിഫലം വിശുദ്ധന്മാരുടെ കാര്യത്തിലാണ്. വിശുദ്ധന്മാരിൽ 2-3 കൂട്ടർ കാണും അവിടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തെ കൂട്ടർ ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളനെ പോലെയുള്ളവരാണ്. രക്ഷിക്കപ്പെട്ടു, പക്ഷേ ഒന്നും സമ്പാദിക്കാനുള്ള നേരം കിട്ടിയില്ല, ജീവിക്കാനുള്ള അവസരം തന്നെ കിട്ടിയില്ല. അവർക്ക് നോ ലോസ് നോ പ്രോഫിറ്റ്, ഒന്നും നഷ്ടപ്പെടാനുമില്ല, പ്രത്യേകിച്ചൊന്നും നേടാനുമില്ല. അവരവരെ തന്നെ നേടി, ആത്മാവിനെ നേടി. അത് നമ്മൾ പ്രതിഫലത്തിലേക്ക് വരുന്ന സമയത്ത് പോസിറ്റീവ് പ്രതിഫലങ്ങളിൽ നമ്മൾ ചിന്തിക്കും. ഇവിടെ പറഞ്ഞു മാത്രം വിടുന്നു, തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടാതെ നേടാനായിട്ട് സാധിച്ചു എന്നല്ലാതെ പ്രതിഫലങ്ങളായിട്ട് മറ്റൊന്നും തനിക്ക് ലഭിച്ചില്ല. ഒന്നും നഷ്ടപ്പെടാനുമില്ല. കാരണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനൊന്നും അവസരം കിട്ടിയില്ല, ജീവിക്കാനുള്ള അവസരം കിട്ടിയില്ല. മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തനിക്ക് ജീവനായകനെ കണ്ടുമുട്ടുവാൻ അവസരം ലഭിച്ചത്. ഏതായാലും ആ വകുപ്പിൽ നാം ആരും പെടത്തില്ലെന്നാണ് കരുതുന്നത്. കാരണം നാം ഒക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ അവസരം കിട്ടിയവരാ. ഞാൻ തന്നെ ചിലപ്പോൾ പറയാറുണ്ട്, 1992 തൊട്ട് പാസ്റ്ററൽ മിനിസ്ട്രിയിലാണ് ഞാൻ. 1992 ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഞാൻ ഇടയ ശുശ്രൂഷയിലാണ്. കുറെ കാലമൊക്കെ അഭിമാനം തോന്നിയിരുന്നു, ഇത്രയും വർഷമായി എന്നൊക്കെ പറയാൻ. കോളറൊക്കെ പിടിക്കാറുണ്ടായിരുന്നു, നെഞ്ചൊക്കെ വിരിച്ച് തലയൊക്കെ ഉയർത്തി. പക്ഷെ ഇപ്പം ഭയമാ. ഇത്രയും വർഷം ജീവിച്ചിട്ട് വിശ്വാസത്തിൽ വന്നതിന് ശേഷം 1984 രക്ഷിക്കപ്പെട്ടതാ. 1984 ഡിസംബർ മാസം 16-ാം തീയതി രക്ഷിക്കപ്പെട്ടതാ. 19-ാം തീയതി സ്നാനപ്പെട്ടതാ. അത്രയും വർഷമൊക്കെ വിശ്വാസത്തിലായെന്ന് പറയാൻ ഇപ്പം നാണവും പേടിയുമാ. പത്ത് 30 വർഷത്തിലധികമായി ശുശ്രൂഷയിലായിരിക്കുന്നുവെന്ന് ഒരു കാലത്ത് അഭിമാനത്തോടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭയമുണ്ട്, ലജ്ജിക്കപ്പെടുമോ എന്ന ഭയമുണ്ട്. കാരണം രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സത്യം അറിഞ്ഞതിന് ശേഷം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനും ജീവിക്കാനും ഒക്കെ ധാരാളം അവസരങ്ങൾ ലഭിച്ചു. ഈ കാലങ്ങളിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന ചില വിഷയങ്ങളിൽ ഒരു വിഷയം ഇതാണ്. ഞാൻ കർത്താവിനോട് സ്വകാര്യ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു വിഷയം കൂടെ ഇതാ: കർത്താവേ, എൻ്റെ ആയുസ്സും ഇനിയും കുറച്ചേ ഉള്ളൂ. കർത്താവിൻ്റെ വരവിന് താമസം ഉണ്ടായാൽ ശുശ്രൂഷിക്കാനുള്ള അവസരവും ആരോഗ്യമൊക്കെ ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ഇനി എത്ര കാലം ജീവിക്കാനും ശുശ്രൂഷിക്കാനും കഴിയുമെന്നൊന്നും അറിയില്ല, സാധാരണഗതിയിൽ പോലും ആയാൽ. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ 40-ൽ പരം വർഷത്തെ ക്രിസ്തീയ ജീവിതവും 32-ൽ പരം വർഷത്തെ ക്രിസ്തീയ ശുശ്രൂഷയുമൊക്കെ വിലയിരുത്തുമ്പോൾ അതിനൊത്തവണ്ണം വല്ലതും സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞോ? ഭൗതികമല്ലേ, ചിന്തിക്കല്ലേ അങ്ങനെ. സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്, ഭൂമിയിലെ നിക്ഷേപത്തെക്കുറിച്ചല്ല. എനിക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ കഴിഞ്ഞുവോ? ഇനി സമ്പാദിച്ചതിൽ തന്നെ ഛേദമുണ്ടാകുന്നത്
എത്രമാത്രമുണ്ട് എന്നൊക്കെ ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ഈ കാലങ്ങളിൽ. ഒരു ഭയം, ഉൾഭയമുണ്ട്. അതാണ് പറഞ്ഞത്, നാം ഒന്നാമത്തെ കൂട്ടരല്ല. ഏതായാലും ഇതുപോലെ കുറെ വർഷങ്ങൾ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ അവസരം ലഭിച്ചവരാ. അപ്പോൾ ഒന്നാമത്തെ കൂട്ടർ രക്ഷിക്കപ്പെട്ട വഴിക്ക് തന്നെ ജീവിക്കാൻ, പ്രവർത്തിക്കാൻ അവസരമില്ലാതെ മരിച്ചുപോയവരാ, ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളനെ പോലെ. രണ്ടാമത്തെ കൂട്ടർ പൗലോസിനെയും പത്രോസിനെയും ഒക്കെ പോലെയുള്ളവരാ, സ്തേഫാനോസിനെ പോലെയൊക്കെ ഉള്ളവരാ. കുറച്ചു കാലങ്ങൾ അവർക്ക് ജീവിക്കാൻ കിട്ടി, പ്രവർത്തിക്കാൻ കിട്ടി, ശുശ്രൂഷിക്കാൻ കിട്ടി. ആ കാലങ്ങൾ കൊണ്ട് അവര് 1 കൊരിന്ത്യർ 3:10 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചതുപോലെ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് തങ്ങളുടെ പേരിൽ ഏറെ നിത്യതയുടെ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചവരാ. സ്തോത്രം. പൗലോസിനെയൊക്കെ നമുക്കറിയാം. എവിടെ പോയാലും യേശുവിനെ കുറിച്ച് പറയുക. ഇന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചിലെ രാവിലെ ഒരു യോഗം ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു എന്ന് തോന്നുന്നു, എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു സംഗതിയാണ്, God will judge even our passions. നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച, പാഷൻസ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിനിവേശം, അതാണ് നല്ല പദം, പാഷൻ. അതും കർത്താവ് വിധിക്കും. ന്യായവിധിക്ക്, ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ അഭിനിവേശം. എന്തിനോടാണ് നമ്മുടെ അഭിനിവേശം? നമ്മുടെ പൈതാഹം, നമ്മുടെ പാഷൻ. സ്തോത്രം. പൗലോസിനൊക്കെ ഒരൊറ്റ പാഷനേ ഉള്ളായിരുന്നു, നത്തിങ് എൽസ്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, പഴയ പുതിയ നിയമങ്ങളിൽ വിശുദ്ധന്മാർ ഏക ലക്ഷ്യം മാത്രമുള്ളവരായിരുന്നു. ഏക ലക്ഷ്യം. അതുകൊണ്ടാ ദാവീദ് പോലും പറയുന്നത് 27-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യത്തിൽ, ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, ഒരു കാര്യം, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കോരഹപുത്രന്മാർ 42-ാം സങ്കീർത്തനത്തിലും 63-ാം സങ്കീർത്തനത്തിലും, സാംസ് 42, സാംസ് 63, ഇവിടെയൊക്കെ സൺസ് ഓഫ് കോര, കോരപുത്രന്മാരുടെയും വാഞ്ച ഒന്നേ ഒന്ന്, വേറെ ഒന്നും അവർക്ക് ആഗ്രഹമില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആന്റി മാർത്തയോട് നമ്മുടെ കർത്താവ് പറയുന്നു, മാർത്ത ആന്റിയോട് പറയുന്നു, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഫിലിപ്പി ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ, ആമീൻ, 1-ലുണ്ട്, 1-ന്റെ 21, 22, 23 ഒക്കെ ഉണ്ട്. അതുപോലെ 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ, വിശേഷിച്ച് 14-ാമത്തെ വാക്യത്തിൽ, മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എനിക്കൊന്നു മേളിലോ താഴെയൊക്കെയാ, മലയാളത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു. അപ്പൊ ദാവീദ് പറയുന്നത്, യേശുക്രിസ്തു പറഞ്ഞത്, കോരഹപുത്രന്മാർ പറയുന്നത്,
പൗലോസ് ശ്ലീഹ പറയുന്നത്. എല്ലാം ഒറ്റ കാര്യം, ഒരേ ഒറ്റ വിഷയം. അവരുടെ ദൃഷ്ടിയിൽ വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. സ്തോത്രം. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോകാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്കോ എയർപോർട്ടിലേക്കോ പോവുക. അല്പം ലേറ്റുമായി, ചിലപ്പോൾ ഇറങ്ങിയത് നേരത്തെയാ. പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ, റോഡിൽ ട്രാഫിക് ജാം, അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസ് ചെക്കിങ്, എന്തെങ്കിലും അപ്രതീക്ഷിത എന്തെങ്കിലും തടസ്സം. നോക്കിയിരിക്കുക, ഇനിയും ചെന്ന് കയറാനുള്ള സമയം പോലില്ല. ഞങ്ങള് നാട്ടിൽ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങ് എത്താറായപ്പോൾ മകൻ റൂഫസ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ബീഹാർ സൈഡിൽ യാത്ര ചെയ്തതിനെ കുറിച്ച് ഓർപ്പിക്കുകയായിരുന്നു. ഞങ്ങളൊരു മണ്ടത്തരം കാണിച്ചു. എത്താൻ ഒക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പോലും ഞങ്ങളൊരു വീട്ടിൽ വിരുന്നിന് പോയി. 2 വണ്ടി മാറിക്കയറാനുള്ള നേരത്തിനിടയ്ക്ക്, അത് 2 സ്റ്റേഷനിലാണ്. സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒരാളിനെ ഏൽപ്പിച്ചു, നമ്മുടെ ഒരു സഹോദരനാ. എന്നിട്ട് ഞങ്ങൾ വേറൊരു വണ്ടിയിൽ, അടുത്താണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ വിട്ടുപോയി. ഞങ്ങൾക്ക് ആ ചെല്ലന്റെ വീട്ടിൽ ചെന്ന് വെള്ളം കുടിക്കാൻ നേരം കിട്ടിയില്ല. അതിനു മുമ്പ് ഞങ്ങൾക്ക് തിരികെ വരേണ്ടി വന്നു. അതും മരണപ്പാച്ചില്ല. വണ്ടി വിടാറായപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയോ എത്തി. ആ സമയത്ത് ഞങ്ങൾക്ക് ദാഹമില്ല, വിശപ്പില്ല, സാധനങ്ങളെ കുറിച്ചുള്ള ചിന്തയില്ല, ബാക്കി വേറെ ഓരോ ചിന്തയുമില്ല. ഒറ്റ ചിന്തയുള്ളൂ, ആ ട്രെയിൻ പിടിക്കുക. നമുക്കൊക്കെ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടായി കാണും. വേറെ യാതൊന്നും. ചിലപ്പോൾ ടാക്സിക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പണം കൊടുത്തിട്ട് ബാക്കി വാങ്ങാൻ പോലും നിൽക്കില്ല. നീ വെച്ചോളാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടുകാരിക്കും. ഇതുപോലെയാണ് ഒരു യഥാർത്ഥ ഭക്തൻ. അവന് വേറെ ഒരു ചിന്തയില്ല. കർത്താവിൽ ഏകാഗ്രതയോടെ, ഏകചിന്തയോടെ ഇരിക്കുന്ന ഭക്തന്മാർ. സ്തോത്രം. ആ ഒരു നിലയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പ്രതിഫലം നൽകും. നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യ പടി, ദൈവം ഉണ്ട്. In existence of God, then he is the rewarder. അവൻ തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും പ്രതിഫലം കൊടുക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവിങ്കലുള്ള ഏകാഗ്രതയോടെ ആയിരിക്കുക. വേറെ ഒന്നും നമുക്ക് ഉണ്ടാകരുത്. അതാണ് രണ്ടാമത്തെ കൂട്ടർ. പൗലോസ് തുടങ്ങിയുള്ളവർ അങ്ങനെയായിരുന്നു. അവർ നടന്നുപോയാലും, അവരെവിടെയെങ്കിലും ആരെയെങ്കിലും കാത്തിരിക്കുകയാണെങ്കിലും, ജയിലിൽ കിടക്കുകയാണെങ്കിലും, കോടതിയിൽ കൊണ്ടുപോവുകയാണെങ്കിലും, പോലീസ് കസ്റ്റഡിയിലാണെങ്കിലും, യാത്രയിലാണെങ്കിലും, എപ്പോഴായാലും ഒരൊറ്റ ലക്ഷ്യം, കർത്താവിന് വേണ്ടി അവരുടെ സമയത്തെ മുഴുവനും, അവരുടെ റിസോഴ്സസിനെ, അവർക്ക് നൽകപ്പെട്ട നന്മകളെ മുഴുവനും ഉപയോഗിക്കുക. ജോലിയെന്നില്ല, തൊഴിലെന്നില്ല,
തങ്ങളുടെ ഉപജീവന മാർഗമെന്നില്ല, എവിടെയും എപ്പോഴും കർത്താവിന് വേണ്ടി. സ്തോത്രം. ആം ഫോർ ദ ലോർഡ്, ഞാൻ ദൈവത്തിനായിട്ട് എന്ന ചിന്താഗതി. If I am for the Lord, I have no time to waste. എനിക്ക് നഷ്ടപ്പെടുത്താനായിട്ട് നേരമില്ല. സ്തോത്രം. എനിക്ക് നഷ്ടപ്പെടുത്തുവാനായിട്ട് നേരമില്ല. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ ഉണ്ട് ഇവിടെ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നേരത്തെ, ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് താമസിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം ആ സമയത്ത് അവിടെ നിന്നും ഏകദേശം 10-30 കിലോമീറ്ററോളം ദൂരെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രോഗികളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇല്ല, മരിച്ചുപോയി. ചിലപ്പോഴൊക്കെ അദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. വാഹനം ഒന്നും ഓടിക്കത്തില്ല. റിട്ടയർഡായ 2 പേരാണ്. എന്നാൽ അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്യുന്നയാളാണ്. ഞാൻ പറയും, ഞാൻ കൊണ്ടുവിടാം പാസ്റ്ററെ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അദ്ദേഹം പറയും, വേണ്ട പാസ്റ്ററെ, എന്നെ പാസ്റ്റർ കൊണ്ടുവിടണമെങ്കിൽ മിനിമം അങ്ങോട്ട് 1 മണിക്കൂർ, ഇങ്ങോട്ട് 1 മണിക്കൂർ, 2 മണിക്കൂറില്ലേ, അതിൽ കൂടുതൽ ചിലവാകും. എന്നാൽ ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും. ആ 2 മണിക്കൂർ ദൈവദാസൻ വീട്ടിലിരുന്ന് എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. ആ സമയം ഇതിനു വേണ്ടി കളയണ്ട. നമ്മുടെ പക്കൽ നഷ്ടപ്പെടുത്താൻ സമയമോ മറ്റ് നന്മകളോ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉള്ളതിൻ്റെ പരമാവധി കർത്താവിന് വേണ്ടി പിഴിഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഞങ്ങൾ നോട്ട്ബുക്കും പേനായും ഒക്കെ വാങ്ങുന്ന ഒരു അമ്മണൻ ചേട്ടനുണ്ടായിരുന്നു. കല്യാണമൊന്നും കഴിച്ചതല്ല, ആളിലൊരല്പം കുറുകിയ ആളാണ്. പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു കൊച്ചു മാടക്കട, ടൈം പാസിന് വേണ്ടി നാരങ്ങ വെള്ളം കിട്ടും. നാരങ്ങ പിഴിയാനുള്ള ഒരു നാരങ്ങ ഞെക്കിയുണ്ട്. അദ്ദേഹം നാരങ്ങ മുറിച്ചിട്ട് ഇതിനകത്ത് വെച്ച് ഞെക്കും. അദ്ദേഹത്തിൻ്റെ മുഴുബലത്തോടെ ഞെക്കി അതിൻ്റെ തോടേലെ വരെ നീര് ഊറ്റിയെടുക്കും. കളയത്തില്ല. ആ ഞെക്കിയ തോട് മാറ്റി വെക്കും. അടുത്ത നാരങ്ങ വെള്ളക്കാരന് അടുത്ത മുറിയെടുത്ത് ഞെക്കും. ഇങ്ങനെ അദ്ദേഹം നാരങ്ങ വെള്ളത്തിന് കൊടുക്കുന്ന ഈ ഞെക്കുന്ന നാരങ്ങ മുറിയെല്ലാം, തോടെല്ലാം ഇങ്ങനെ മാറ്റി വെക്കും. 2-3 തോട് ഒരുമിച്ചാകുമ്പോൾ ഈ ഞെക്കിയതായതുകൊണ്ട് അമങ്ങിയിരിക്കുമല്ലോ, ആ 2-3 എണ്ണം ഒരുമിച്ചാകുമ്പോൾ അദ്ദേഹം പിന്നെയും ഈ ഞെക്കി കാത്തി വെച്ച് ഞെക്കും. തൻ്റെ മുഴുവനത്തോടെ ഞെക്കും. തുള്ളി തുള്ളിയായിട്ടൊരൽപ്പം വീഴും. ചിലപ്പം 5-10 ഇതുപോലെയുള്ള തോട് ഞെക്കിയാൽ അടുത്ത ഒരു നാരങ്ങ വെള്ളത്തിനുള്ള നീര് കിട്ടും. ഇനിയും അതിൽ ആന ഞെക്കിയാൽ പോലും നീരില്ലാത്തതുപോലെ മുഴുവനും ഊറ്റിയെടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കരിമ്പിൻ നീര് ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നത്. അത് ചുരുട്ടി വെച്ച് വെറും ചണ്ടി എന്ന് പറയത്തില്ലേ, വെറും വേസ്റ്റ്. മൊത്തം അടുപ്പിൽ വെച്ചാൽ അന്നേരം കത്തുന്ന പരുവത്തിൽ അത് ഉണക്കിയെടുക്കും അവര്. ആ മെഷീനിൽ വെച്ച് ഞെക്കി മെഷീൻ ഓടത്തില്ല, അവര് തന്നെ കൈകൊണ്ടും കൂടെ ഓടിച്ചെടുക്കും. ഇതുപോലെ പൗലോസിനെ പോലെയുള്ള ഭക്തന്മാർ തങ്ങൾക്കുള്ളതിൻ്റെ മാക്സിമം, പരമാവധി, അവസാന തുള്ളി വരെ
ലാഭം നോക്കാതെ, സ്തോത്രം, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരും അധ്വാനിച്ചവരും ചിലവിട്ടവരുമായ ഭക്തന്മാരുണ്ട്. അവർക്കാണ് ഫിലിപ്പിയർ 1:21 പൗലോസ്ലീഹ പറയും പോലെ പറയാൻ പറ്റുന്നത്, എനിക്ക് മരിക്കുന്നത് ലാഭം. For me to die is gain. മൂന്നാമത്തെ കൂട്ടരുണ്ട്. ധാരാളം സമയം ലഭിച്ചു രക്ഷിക്കപ്പെട്ടതിന് ശേഷം ജീവിക്കാനും ശുശ്രൂഷിക്കാനും. ഒത്തിരി റിസോഴ്സസ്, നന്മകളും ലഭിച്ചു, സ്രോതസ്സുകളും ലഭിച്ചു. പക്ഷേ ഒരു നിമിഷം പോലും അവർ ഉപയോഗിച്ചില്ല. ഒരു നിമിഷം പോലും ഉപയോഗിച്ചില്ല. താലന്തിന്റെ ഉപമയിലെ ഒരു താലന്ത് ലഭിച്ചവനെ പോലെ കിട്ടിയതെല്ലാം കുഴിച്ചിട്ടു. സമയം കിട്ടി, ഉപയോഗിച്ചില്ല. പണമോ കഴിവുകളോ ഒക്കെ ദൈവം നൽകി, ഇതുമൊന്നും ദൈവത്തിനായിട്ട് ഉപയോഗിച്ചില്ല. അവസരങ്ങൾ ലഭിച്ചു, ഉപയോഗിച്ചില്ല. രണ്ടാമത്തെ കൂട്ടർ അവസരങ്ങളൊക്കെ കണ്ടെത്തി ചെയ്യുകയായിരുന്നു. ഇല്ലാത്തടത്ത് അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ മൂന്നാമത്തെ കൂട്ടരോ വെറുതെ കയ്യും കെട്ടിക്കിടന്നുറങ്ങി. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി, പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവവചനം വായിക്കാനും പഠിക്കാനും അവസരം കിട്ടി, ചെയ്തിട്ടില്ല. മറ്റുള്ളവരോട് പറയാൻ, കർത്താവിനെ കുറിച്ച് പറയാൻ മിണ്ടിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ ഇല്ല. ഇതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ലോക്കൽ ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് പറയുകയായിരുന്നു, അപ്പോസ്തലൻ പറയുന്നത്, ഇതുവരെ കട്ട് തിന്നുകൊണ്ടിരുന്ന, മോഷ്ടിച്ച് തിന്നുകൊണ്ടിരുന്നവൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഇനിയും കട്ട് തിന്നരുത്. നമ്മുടെ വിശുദ്ധി പലപ്പോഴും അവിടം കൊണ്ട് നിൽക്കും. പക്ഷേ അപ്പോസ്തലൻ പറഞ്ഞു, ഇനി കട്ട് തിന്നരുതെന്ന് മാത്രമല്ല, കൈകൊണ്ട് അധ്വാനിക്കണം. ഇനി കൈകൊണ്ട് അധ്വാനിക്കുന്നത് മാത്രമല്ല, എന്തിനു വേണ്ടിയാ? മുട്ടുള്ളവന്റെ മുട്ട് തീർക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ വേണ്ടി. പണ്ട് കട്ട് തിന്നുകൊണ്ടിരുന്നവനാ, പണ്ട് മോഷ്ടാവായിരുന്നു. Earlier he was a thief, feeding on others. But if you got saved, now you labor hard with your own hands. That also not for your own sake, not to invest for yourself, not to enjoy for yourself, but to spend for the needy. ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരുടെ സഹായത്തിനായി. പക്ഷേ പല വിശുദ്ധന്മാരും സ്തോത്രകാഴ്ച പോലും ഇടത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ കുറച്ച് നാൾ മുമ്പ് എന്നോട് പറഞ്ഞു, അവരുടെ സഭയിലായിരുന്നോ അതോ മറ്റൊരിടത്തായിരുന്നോ ഞാൻ ഓർക്കുന്നില്ല, ഒരു 50 രൂപ നോട്ട് സ്തോത്രകാഴ്ച എണ്ണിയപ്പോൾ കിട്ടി. പക്ഷേ 50 രൂപയുടെ പകുതിയേ ഉള്ളൂ. 50 രൂപയുടെ പകുതിയേ ഉള്ളൂ, കീറിപ്പോയ നോട്ട. ആർക്കും അബദ്ധം പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച് സ്തോത്രകാഴ്ച എണ്ണിയവരൊക്കെ ഇരുന്നു. പക്ഷേ ദൈവാധീനത്തിന് അടുത്ത ആഴ്ച അതിന്റെ പകുതി കിട്ടി. കീറി 2 തുണ്ടമായ നോട്ട്, ഒരു പകുതി ഈ ആഴ്ച സ്തോത്രകാഴ്ച കിട്ടും. ബാങ്കുകാർ പോലും, റിസർവ് ബാങ്ക് പോലും എടുക്കാത്ത നോട്ടാന്നാ പറയുന്നത്.
അതിന്റെ ബാക്കി അടുത്ത ആഴ്ച കിട്ടും. നല്ല പുള്ളികളല്ലേ? ഇല്ലാത്തവരല്ല. എനിക്കറിയാം ചില സഭക്കാരെ കുറിച്ച്. ആ സംഘടനയുടെ നേതാക്കൾ ആ ചർച്ചിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ അവർക്ക് വല്ലതും കൊടുക്കണ്ടേ? അതിന് പോത്തിറച്ചി ശരിക്ക് കിട്ടുന്ന സ്ഥല. അന്ന് 5 രൂപ കൊണ്ട് കിലോയാ. അതും കൊച്ചു കൊച്ചു കിടാക്കളുടെ ഇറച്ചി കിട്ടും. അപ്പം കാശുള്ളവരെ, ഇട്ടുമൂടാൻ പണമുള്ളവരാ. പോയിട്ട് ഈ ബീഫ്, ഈ പോത്തിറച്ചി, കാഫിന്റെ ഇറച്ചി മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് മട്ടൻ കടയിൽ പോയിട്ട് എല്ലും മേടിക്കും. മട്ടന്റെ എല്ലും ബീഫിന്റെ ഇറച്ചി. എന്തിനാ എല്ലിടുന്നേ? ഇത് മട്ടനാണെന്ന് അറിയിക്കാൻ. ഈ കൊച്ചു കിടാക്കട ആയതുകൊണ്ട് മട്ടനിലെ തോന്നിയും കഴിക്കുന്നത് ഇതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഇങ്ങനെയുള്ളവരുണ്ട്. കർത്താവിനു വേണ്ടി ചിലവിടാൻ, പ്രവർത്തിക്കാനൊക്കെ അവസരങ്ങൾ, ആയുസ്, ആരോഗ്യം, മറ്റെല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ദൈവം ഒരുക്കി കൊടുത്തിട്ടും ആ ഒരു താലന്ത് ലഭിച്ചവനെ പോലെ എല്ലാം കുഴിച്ചിട്ട് തനിക്കും തങ്ങളുടെ മക്കൾക്കും ഒക്കെ വേണ്ടി മാത്രം സമ്പാദിച്ചു കൂട്ടിയ ഒരു കൂട്ടരുണ്ട്. അവർക്ക് പ്രതിഫലമൊന്നും ലഭിക്കുകയില്ല. സ്തോത്രം. നാലാമതൊരു കൂട്ടരും കൂടെയുണ്ട്. നാലാമത്തെ കൂട്ടർ അവർക്ക് ലഭിച്ച അവസരങ്ങളും സമയവും പണവും കഴിവുകളും ഒക്കെ കർത്താവിന് വേണ്ടി കുറെയൊക്കെ പ്രവർത്തിച്ചവരാണ്, ചിലവിട്ടവരാണ്. അതിലൊക്കെ അവർ അഭിമാനിച്ചു കൊണ്ടുവരുന്നവരാണ്. പക്ഷേ തമ്പുരാന്റെ ദൃഷ്ടിയിൽ അതൊന്നും മൂല്യമുള്ളതായിരുന്നില്ല. അവരൊക്കെ ചെയ്തത് അസൂയ കൊണ്ടും പേരെടുക്കാനും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും ഒക്കെയായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നെഗറ്റീവ് റിവാർഡ്സ്, നഷ്ടമുണ്ടാകുന്നത്, ഛേദം സംഭവിക്കുന്നത്. മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. വളരെ ഉത്സാഹിയായ ഒരു സുവിശേഷകൻ സ്വപ്നത്തിൽ മരിച്ച് ദൈവസന്നിധിയിൽ ചെന്നു. സ്വപ്നത്തിലാണേ. ചെന്നപ്പോൾ തൻ്റെ കീഴിൽ പ്രവർത്തിച്ചവർക്കൊക്കെ വലിയ മണിമാളികകൾ സ്വർഗത്തിൽ പണിത് വെച്ചിരിക്കുന്നത് കണ്ട് അസൂയയൊക്കെ തോന്നി അവിടെ ചെന്നപ്പോഴും. എന്നാലും അസൂയക്കപ്പുറം വിചാരിച്ചു, ഇവർക്കൊക്കെ ഇത്ര ഉണ്ടെങ്കിൽ വീട്ടിൽ പാത്രം കഴുകുന്ന മറിയാമ്മച്ചേടത്തിക്ക് വരെ ഇത്ര ഉണ്ടെങ്കിൽ എനിക്ക് എന്തായിരിക്കും എന്നതിൽ അദ്ദേഹത്തിനൊരു അഹങ്കാരമോ ആഹ്ലാദമോ ഒക്കെ തോന്നി. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഒരു കൊച്ചു കുടിൽ കൊണ്ട് കാണിച്ചത്. സ്വപ്നമാണേ. ഇവൻ ഒരു കഥ തന്നെയാകാം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പൊ അദ്ദേഹം പോയപ്പോൾ ദൂതൻ കാണിച്ച വലിയ വലിയ മാളികകളും ഒക്കെ കണ്ട് ഇങ്ങനെ താൻ മനസ്സിൽ കോട്ട കെട്ടി പോവുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റേതെന്തോ ആയിരിക്കും എന്നൊക്കെ. അങ്ങനെ ഏറ്റവും അവസാനം ആ ഒരു കൊച്ചു കുടലേ ഉള്ളൂ. ഇതാരുടെയാ? അപ്പൊ ദൂതൻ പറഞ്ഞു, ഇതാ നിങ്ങൾക്കുള്ളത്. അയാൾക്ക് വളരെ വിഷമമായെന്നാ പറയുന്നത്. ദൂതനോട് തട്ടിക്കയറി. ദൂതൻ പറഞ്ഞു, സാരമില്ല,
എന്നിട്ട് ചോദിച്ചു, നിന്റെ പണിയെല്ലാം കൂടെ ഒരു 100 കിലോ ഉണ്ടെന്ന് വെച്ചോ. പക്ഷേ ദൈവം അതിനെ കണക്കാക്കിയത്, നിങ്ങൾക്ക് ഓർമ്മ കാണും, കുറെ നാളിന് മുമ്പ് നമ്മൾ ഈ കാര്യം ഞാൻ പറഞ്ഞതാ. ദൂതൻ പറഞ്ഞു, ഈ 100 കിലോയിൽ അസൂയ, എൻവി, അത് 10 കിലോ. പ്രൈഡ്, നിഗളം, 42 കിലോ. ഡിസയർ ഫോർ പവർ, അധികാരഭ്രമം, 26 കിലോ. റിലീജിയസ് ഹേറ്റഡ്നെസ്, ഇനി നമ്മൾ റിലീജിയസ് ഹേറ്റഡ് വേണ്ട, സംഘടനയുടെ ഹേറ്റഡ് അങ്ങ് എടുത്താൽ മതി. ഞാൻ ചർച്ച് ഓഫ് ഗോഡിലാ പ്രവർത്തിക്കുന്നത്. IPC-കാരോടുള്ള എൻ്റെ വിരോധം കൊണ്ടാ ഞാൻ ചർച്ച് ഓഫ് ഗോഡിന് ഇവിടെ ഒരു പ്രവർത്തനം വേണമെന്ന് പറഞ്ഞാൽ, അത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നും. മതവൈരം, അത് 15 കിലോ. ഒടുവിൽ ഏതാണ്ട് ഇപ്പൊ തന്നെ ഏതാണ്ട് 93 കിലോ ആയെന്നാ തോന്നുന്നത്. ഇനി പറഞ്ഞു, ദൈവസ്നേഹം 4%. നീ ചെയ്തതിലെല്ലാം കൂടെ ദൈവസ്നേഹം എടുത്താൽ ഒരു 4% ഉള്ളൂ. മനുഷ്യസ്നേഹം 3%. നിനക്കപ്പം നീ ഒത്തിരി ചെയ്തു, അതിൽ ഈ 4+3 7%, 7% മാത്രമേ പ്രതിഫലം കിട്ടത്തക്കവണ്ണം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി മുഴുവൻ നഷ്ടമാണ്. നീ ചെയ്തു, എല്ലാം ചെയ്തു. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് 7 മാർക്കിനുള്ളതേ ശരിയായിട്ടുള്ളൂ. അതൊട്ടും കുറയ്ക്കാതെ തന്നിട്ടുണ്ട്. ധാരാളം ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടും നഷ്ടം സഹിക്കുന്നവരാണ് 4ാമത്തെ കൂട്ടർ. ഒന്ന് ചിന്തിച്ചേ, നമ്മൾ ഇതിൽ ഏത് കൂട്ടരായിരിക്കും? ഉത്തരം പറയണ്ട, ഉത്തരം കണ്ടെത്തിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയപ്പെടുമെന്ന്. ഈ ചിന്തകളാണ് എന്നെ ഭയപ്പെടുത്താറുള്ളത്. ചിലപ്പോഴൊക്കെ ഞാൻ രാത്രി കിടക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും സ്വകാര്യ പ്രാർത്ഥനകളിൽ പോലും ഈ ഭയം എന്നെ അലട്ടാറും ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ വിലയിരുത്താറുമുണ്ട്. കർത്താവേ, വിശ്വാസ ജീവിതത്തിൽ ഞാൻ പിന്നിട്ട നാളുകളെക്കാൾ ഇനിയുള്ള നാളുകളിൽ എനിക്ക് ലാഭത്തിൻ്റെ നാളുകളാക്കി തീർക്കണേ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ശ്രോതാക്കളെയും ഞാൻ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ഒരു സംഘടനയുടെ കൈവപ്പൊന്നും വേണമെന്നില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്പാർട്ടേഷൻ ഒന്നും വേണമെന്നില്ല. സ്തോത്രം. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏതൊരവസരത്തെ ആയാലും നഷ്ടപ്പെടുത്താതെ, പൗലോസ് തുടങ്ങിയ, സ്തേഫാനോസ് തുടങ്ങിയ ഭക്തന്മാരെ പോലെ, സ്തോത്രം, സകലത്തെയും തൊടുന്നതെല്ലാം പൊന്നാക്കി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ആകുവാനിടയാകട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ mid-30s. ആ mid-30s ആ ചെറുപ്പക്കാരൻ വിശ്വാസിയാണ്, പെന്തക്കോസ്ത് വിശ്വാസിയാണ്. അദ്ദേഹം എന്തൊന്ന് ചെയ്താലും അങ്ങ് ഫ്ലറിഷ് ആകും അത്രേ. ഏതൊരു ബിസിനസ് ചെയ്താലും, എന്തിൽ കൈതൊട്ടാലും അതങ്ങ് പൊന്നാകും. ലോകപ്രകാരമാണ് ഞാൻ ഈ പറഞ്ഞത്. ആത്മീയമായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് എന്തെല്ലാം നഷ്ടവും കഷ്ടവും ഒക്കെ നേരിട്ടാലും ഈ പറയപ്പെട്ട വിശുദ്ധന്മാരെ പോലെ എല്ലാം നമുക്ക് പ്രതിഫലങ്ങളാക്കി തീർക്കാൻ
നേട്ടങ്ങളാക്കി തീർക്കാൻ ദൈവം ഇടവരുത്തട്ടെ. അതുകൊണ്ടാണ് മത്തായി 6:19, 20, 21 മാത്യു 6:19-21 കർത്താവ് പറഞ്ഞത്, പുഴുവും തുരുമ്പും കേൾക്കുന്ന കള്ളന്മാർ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. പിന്നെ പുഴുവും തുരുമ്പും കെടുക്കാതെ കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപം വെരി ഗുഡ്. മനപ്പാടമായിട്ട് പറയാറെന്ന് തോന്നുന്നു. വെരി ഗുഡ് രാജി ബ്രദർ, സ്തോത്രം. ഇത് ഇങ്ങനെയാണ് നമുക്കുള്ളത് മുഴുവനും കർത്താവിന് വേണ്ടി ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നാം സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ കരുതുന്നത്. ഈ സന്ദർഭത്തിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കൂടെ ആവർത്തിച്ചോട്ടെ, ക്ഷമിക്കുമല്ലോ. നാം ഇന്ന് കാണുന്നതെല്ലാം താൽക്കാലികം, നേടുന്നതെല്ലാം നശ്വരം. Everything seen is temporal. Everything earned is perishable. Then what can be earned for eternity? അങ്ങനെയാണെങ്കിൽ നിത്യതയ്ക്കായിട്ട് നമുക്ക് നേടുവാൻ എന്തുണ്ട്? എങ്ങനെ പറ്റും? ഓർമ്മ കാണുമല്ലോ, 3 പ്രിൻസിപ്പിൾസ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 3 തത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ പിന്നെ ന്യായമായിട്ട് തന്നെ ഒന്നുകൂടെ ഓർപ്പിക്കുക അല്ലേ? ആവർത്തന വിരസത തോന്നരുതല്ലോ എന്ന് വിചാരിച്ചാണ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് കേട്ടോ, നിങ്ങളെ പരീക്ഷിക്കാനൊന്നുമല്ല. കാണുന്നതെല്ലാം താൽക്കാലികവും നേടുന്നതെല്ലാം നശ്വരവുമാണെങ്കിൽ നിത്യതയ്ക്കായി നമുക്ക് നേടുവാൻ എന്തുണ്ട്? എങ്ങനെ പറ്റും? 3 തത്വങ്ങളാണ്. 1, അതിന് 3 കൂടെ ഒറ്റ വാചകത്തിൽ അങ്ങ് പറയാം. നമുക്ക് ലാഭകരം അല്ലെങ്കിൽ പ്രയോജനകരമായത് ക്രിസ്തു അല്ലെങ്കിൽ സുവിശേഷം നിമിത്തം നഷ്ടപ്പെടുത്തിയാൽ, കളഞ്ഞാൽ, ഛേദമെന്നെണ്ണിയാൽ അവയാണ് നമുക്ക് നിത്യതയുടെ നിക്ഷേപമായി കരുതുവാൻ കഴിയുക. How can we earn for eternity? 3 principles. By losing, നഷ്ടപ്പെടുത്തിക്കൊണ്ട്. What? Anything and everything that is profitable for us. നമുക്ക് പ്രയോജനകരം അഥവാ ലാഭകരമായത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്. For what? For the sake of Christ and the gospel. സുവിശേഷത്തിനായി അല്ലെങ്കിൽ ക്രിസ്തുവിനായി അല്ലെങ്കിൽ ക്രിസ്തു നിമിത്തം. സ്തോത്രം. ക്രിസ്തു നിമിത്തം. അപ്പോൾ ക്രിസ്തു നിമിത്തം നമുക്ക് ലാഭകരമായത് നാം നഷ്ടപ്പെടുത്തുന്നു എങ്കിൽ അതാണ് നമുക്ക് നേടുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. മത്തായി 16-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, 16:25 മാത്യു. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. സ്തോത്രം. നമുക്ക് ലാഭകരമായത് ക്രിസ്തു നിമിത്തം അല്ലെങ്കിൽ സുവിശേഷം നിമിത്തം നഷ്ടപ്പെടുത്തുന്നെങ്കിൽ അവയാണ് നമുക്ക് നമ്മുടെ പേരിൽ സ്വരുക്കൂട്ടാൻ, സമ്പാദിക്കുവാൻ സാധിക്കുക.
സ്തോത്രം. ഇന്നുവരെ നാം അങ്ങനെ നമുക്ക് പ്രയോജനകരമോ ലാഭകരമോ ആയത് എന്തുമാത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ചിലവിട്ടിട്ടുണ്ട്. ഈ അർത്ഥത്തിലാണ് പൗലോസ് ഫിലിപ്പിയർ 3:7-8 വാക്യങ്ങളിൽ പറഞ്ഞത്. ഫിലിപ്പീൻസ് 3:7-8 നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് ലാഭമായത് എന്ത് ചെയ്തിരിക്കുന്നു? ഇപ്പോഴും ഛേദമെന്നുണ്ട്. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. സ്തോത്രം. അങ്ങനെ കർത്താവിന് വേണ്ടി നാം നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു നഷ്ടബോധം പോലും നമുക്കുണ്ടാവില്ല. സ്തോത്രം. ഇങ്ങേയറ്റം നമ്മുടെ ബാങ്കിൽ നമ്മളൊരു FD ഇട്ടിട്ട് വരുമ്പോൾ നഷ്ടബോധം തോന്നാറുണ്ടോ? ഇന്നിപ്പോ FDയേക്കാളൊക്കെ വേറെ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ പഴയ രീതി അങ്ങ് പറഞ്ഞതാ, എല്ലാവർക്കും പരിചയമുള്ള. നമുക്കുള്ളതെല്ലാം സുവിശേഷ നിമിത്തം നഷ്ടപ്പെടുത്തിയാലും ഒരിക്കലും നമുക്ക് അതേക്കുറിച്ച് ഒരു റിഗ്രറ്റ്, പശ്ചാത്താപം, ഒരു നഷ്ടബോധം വേണ്ട. കാരണം എന്താണ് ചെയ്തത്? നഷ്ടമാണോ അത്? അല്ല, പകരം ഇൻവെസ്റ്റ്മെന്റ്. ലൂസിങ് ടെമ്പറൽ ബട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ഇറ്റേണൽ. സ്തോത്രം. നമുക്ക് ഇതുവരെയുള്ള നമ്മുടെ ജീവിതം കൊണ്ട് അങ്ങനെയൊന്നും അത്രമാത്രം ഒന്നും ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ഇനിയുള്ള ശേഷിക്കുന്ന കുറച്ച് നാളെങ്കിലും, കാരണം നമുക്കിനി എത്ര ഉണ്ടെന്ന് അറിയില്ലല്ലോ, ശേഷിക്കുന്ന നാളുകളൊക്കെ നമുക്ക് സുവിശേഷത്തിനായിട്ട് യേശുക്രിസ്തുവിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സ്തോത്രം. നമുക്ക് ഇവിടെ ഞെരുക്കം ഉണ്ടാകാം, നഷ്ടം തോന്നാം, പക്ഷേ ഭാരപ്പെടേണ്ട. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ പ്രതിഫല വിഭജനത്തിന്റെ നാളിൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. പോസിറ്റീവായ റിവാർഡ്സ് നമുക്ക് ലഭിക്കും. അത് എന്തൊക്കെയാണെന്ന് കുറേയൊക്കെ നമുക്കറിയാം. ഒന്ന് ബൈഫ്രിക്കേറ്റ് ചെയ്ത്, ഒന്ന് വേർതിരിച്ച് കുറച്ചൊക്കെ ഒന്ന് നോക്കാം എന്ന് കർത്താവിൽ ആശിക്കുന്നു. ഇന്ന് നമ്മുടെ സമയം തീർന്നത് കൊണ്ട് അത് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളത്തേക്കായിട്ട് മാറ്റിവെക്കാം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. എങ്കിൽ നമുക്ക് നമ്മെ തന്നെ നഷ്ടം സഹിക്കുന്നവരായും ലജ്ജിച്ചു പോകുന്നവരായും തീരാതെ നമുക്കിന്ന് നൽകപ്പെട്ട താൽക്കാലികമായതിനെയെല്ലാം നിത്യതയുടെ നിക്ഷേപങ്ങളായി തീർത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിലും വിശുദ്ധന്മാരുടെ ന്യായവിധിയിലും ലജ്ജിപ്പാനിടയില്ലാതെ നിൽക്കുവാൻ നമ്മെ സമർപ്പിക്കാം. ആയതിനായി
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.